എങ്ങനെയാ ഇപ്പൊ ഒരു മൂവി നമ്മളൊരു സിനിമ മ്യൂസിക് കമ്പോസ് ചെയ്യുമ്പോൾ സിനിമയ്ക്ക് വേണ്ടിട്ട് അപ്പൊ ആദ്യം ആ സിനിമയുടെ കഥയെല്ലാം കേട്ടിട്ടാണോ അത് അതിലോട്ട് അലിഞ്ഞ് ചേർന്നിട്ടാണോ മ്യൂസിക് ആദ്യം ഫുള്ള് കഥ കേൾക്കും. കഥ കേൾക്കുമ്പോൾ നമുക്കൊരു ഐഡിയ വരുമല്ലോ, മൊത്തത്തിൽ നമ്മൾ ഉള്ളിൽ ആ സാധനം കേൾക്കും. പിന്നെ സിറ്റുവേഷൻ, എന്ത് സിറ്റുവേഷനിലാ പാട്ട്, അപ്പൊ സിറ്റുവേഷനിലായിരിക്കും. അപ്പം ഓരോ ഡയറക്ടേഴ്സും ഓരോ രീതിയിലായിരിക്കും. ഇപ്പൊ ചിലര് ആദ്യം മ്യൂസിക് ട്യൂൺ ആയിരിക്കും ചെയ്യുക, ട്യൂൺ ചെയ്തിട്ട് ട്യൂൺ ഫൈനൽ ചെയ്തിട്ടായിരിക്കും ലിറിക് ചെയ്തോളൂ, ലിറിക്സ് നമ്മുടെ അടുത്ത് പോവുള്ളൂ. ചിലർ ഫുള്ള് ലിറിക്കായിട്ടായിരിക്കും വരിക, ആ ലിറിക്കിനായിരിക്കും നമ്മൾ കമ്പോസ് ചെയ്യുക. അപ്പം നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഓരോരുത്തരും അവരുടെ നീഡാണ്. ഇപ്പം പേര് സന ഇപ്പൊ ഒരു ഡയറക്ടർ ആകുമ്പോൾ സന പറയാണ് എനിക്ക് ഇങ്ങനെ കുറച്ച് സംഭവങ്ങൾ, അപ്പൊ സനക്ക് എന്താണ് വേണ്ടത് അതാണല്ലോ ഞാൻ തരേണ്ടത്. അപ്പൊ ഇപ്പൊ രണ്ട് രീതി പറഞ്ഞല്ലോ, ആദ്യം മ്യൂസിക് ചെയ്തിട്ട് പിന്നെ അല്ലെങ്കിൽ ലിറിക്സ് ആദ്യം കേട്ടത്. ഈ രണ്ടെണ്ണത്തിൽ ഏത് കുറച്ചുകൂടെ എളുപ്പമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്? രണ്ടും ഓക്കെയാണ്. പക്ഷെ നമ്മൾ ആദ്യം മ്യൂസിക് ചെയ്ത് കഴിഞ്ഞാല് അത് എന്റെ കയ്യിലായിരിക്കും ഫുൾ ഫ്രീഡം. ഞാൻ കമ്പോസ് ചെയ്യുന്ന സാധനത്തിന് ലിറിക് എഴുതിയാൽ മതി. പക്ഷെ ലിറിക് എഴുതുമ്പോ ഇപ്പം എല്ലാ ലിറിസിസ്റ്റുകളും ഞാൻ ഭയങ്കര എക്സ്പേർട്ട് എന്നല്ല ഞാൻ പറഞ്ഞത്. എല്ലാ ലിറിസിസ്റ്റുകളും എക്സ്പേർട്ട് ആവണമെന്നില്ല. ഓരോരുത്തർ എഴുതുന്നതിന് ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഉണ്ടാകും. നമ്മൾ മലയാളത്തിൽ എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ആൾക്കാരൊന്നും ഒരു പ്രശ്നമല്ല. ഞാൻ പറഞ്ഞപ്പോൾ പുതിയ ആൾക്കാർ എഴുതുമ്പോഴും അല്ലെങ്കിൽ എക്സ്പീരിയൻസ് കുറവുള്ളവർ എഴുതുമ്പോഴും അതിൻ്റെ അകത്ത് പ്രശ്നങ്ങൾ വരും. അപ്പൊ നമ്മൾ പല കാര്യങ്ങളും നമ്മൾ ആ വരിക്കുള്ളിൽ നമ്മൾ ട്യൂണ് കൊണ്ട് ചിട്ടപ്പെടുത്തേണ്ടി വരും. അപ്പൊ ചിലപ്പോൾ നമ്മൾ ഫ്രീഡം അവിടെ പോകും, ലിമിറ്റ് ആവും. ചിലപ്പോൾ എനിക്ക് വേറെ കാര്യം അവിടെ ആഡ് ചെയ്യണമെന്ന് തോന്നിയാൽ സ്പേസ് ഇല്ല. ചിലപ്പോൾ നമ്മളെ ലിറിസിസ്റ്റിന്റെ അടുത്ത് പറയുമ്പോൾ പുള്ളിക്കാരൻ അത് മാറ്റിയ അർത്ഥ വ്യത്യാസങ്ങൾ വരാം, പ്രശ്നങ്ങൾ വരാം, വരി കൂടുതൽ എഴുതാൻ പറ്റിയില്ല എന്ന് വരാം. അപ്പൊ അങ്ങനെ വരുമ്പോൾ എനിക്ക് കൂടുതലും ട്യൂൺ ചെയ്തിട്ട് ലിറിക് ചെയ്തതാണ് എനിക്കിഷ്ടം. പിന്നെ അങ്ങനെ ലിറിക് ചെയ്തിട്ട് ട്യൂൺ ചെയ്യാറുണ്ട്. ഇപ്പൊ നമ്മൾ പൊതുവെ പറയുന്ന ഒരു കാര്യമാണ്, ഒരു സിനിമ അല്ലെങ്കിൽ പലപ്പോഴും ചില സിനിമ എന്താ പറയാ ബോക്സ് ഓഫീസിൽ ഹിറ്റ് ആയില്ലെങ്കിൽ പാട്ടുകൾ ഹിറ്റ് ആവാറുണ്ട്, അല്ലെങ്കിൽ ബീജിയം ഹിറ്റ് ആവാറ്. അങ്ങനെ ചില സിനിമയുടെ ബീജിയം മാത്രമായിരിക്കും സിനിമയെ കൊണ്ടുവന്നത്, അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. അതേപോലെ നമ്മുടെ ഈ സ്മാർട്ട് ഫോൺ പ്രണയത്തിൽ മ്യൂസിക് എന്ന എലമെന്റിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ടാവും. സ്മാർട്ട് ഫോൺ പ്രണയത്തിലെ പാട്ടുകൾക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ എന്റെ ഒരു അനുഭവത്തിൽ പറഞ്ഞാലും നമ്മള് ഏത് ട്രാക്ക് ചെയ്യുമ്പോഴും നമുക്ക് ഒരിക്കലും അത് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ചിലപ്പോൾ ഭയങ്കര രസമുള്ള ട്രാക്ക് എന്ന് പറഞ്ഞാൽ നമ്മള് വിചാരിക്കുന്ന സാധനം ചിലപ്പം പബ്ലിക്കിന് അത് ഒന്നും ആവണമെന്നില്ല. പക്ഷെ നമ്മള് എന്ന് പറഞ്ഞ് വെറുതെ പെട്ടെന്ന് ചെയ്ത് റിലീസ് ചെയ്യുന്നത് ചിലപ്പം നമ്മൾ എക്സ്പെക്ട് ചെയ്യാതിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ എപ്പോഴും നമ്മൾ എക്സ്പെക്ട് ചെയ്യാതിരിക്കുക, നമ്മൾ ചെയ്യുന്ന കാര്യം ചെയ്യുക, കുറ്റമാവട്ടെ. എങ്ങനെ മ്യൂസിക് മൂവീസിന്റെ ഇടയിൽ പ്ലേസ് ചെയ്യുന്നതിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണെന്ന് തോന്നിയിട്ടുണ്ടോ? മ്യൂസിക്കിന് എപ്പോഴും ഇമ്പോർട്ടൻസ് ഉണ്ടല്ലോ, കാരണം അത് എങ്ങനെയാണ് പ്ലേസ് ചെയ്യുന്നത്, ഡിസൈഡ് ചെയ്യുന്നത്? സോങ്സ് ആണോ ബിജി ആണോ? അല്ല, ഇപ്പൊ നമ്മളിപ്പോ ഒരു സിറ്റുവേഷൻ, ആ സിറ്റുവേഷന് ഇന്ന മ്യൂസിക് ഇട്ടാ നല്ലതായിരിക്കും, അങ്ങനെയൊക്കെ നമ്മൾ എങ്ങനെ ഡിസൈഡ് ചെയ്യുന്നത്? അത് നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മളിപ്പോ ഒരു സിറ്റുവേഷൻ കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ അത് കയറുമല്ലോ. അപ്പൊ നമ്മൾ ഓൾറെഡി ഇപ്പൊ നമ്മുടെ ഉള്ളിൽ ഒരു മ്യൂസിക് ഉണ്ട്. അപ്പൊ നമ്മളെ ഉള്ളിലുള്ളൊരു മ്യൂസിക്കിനാണ് നമ്മളവിടെ കൊണ്ടുവരുന്നത്. അപ്പൊ നമ്മളത് കൊണ്ടുവരുമ്പോ ഇപ്പം ഞാനതിപ്പോ ചെയ്തു വെച്ചിട്ട് രണ്ടാമതൊരാളെ കേൾപ്പിക്കുമ്പോ അയാൾക്കത് വർക്ക് ആവുമ്പോഴാണ്, അപ്പൊ നമ്മൾ രണ്ടു മൂന്ന് ഓപ്ഷൻ വെക്കും. അപ്പം ഇപ്പൊ ഞാനിപ്പോ സന ഒരു പോർഷൻ കാണിക്കുമ്പോൾ സനയ്ക്ക് അത് വർക്കായ അത് സക്സസ് ആണ്. അപ്പൊ ഞാൻ അതോടെ ലോക്ക് ചെയ്യും. അപ്പൊ ഡയറക്ടർ അല്ലെങ്കിൽ ചിലപ്പോൾ പ്രൊഡ്യൂസർ ആരാണ്, അപ്പൊ ചിലപ്പോ നമ്മള് ഞാൻ നേരത്തെ പറഞ്ഞില്ല, നമ്മള് ഭയങ്കര രസമായിട്ടൊരു സാധനം ചെയ്തേക്കുമ്പോൾ ചിലപ്പോൾ ഡയറക്ടർ വന്നിട്ട് ഞാൻ ഉദ്ദേശിച്ചതല്ല, നമുക്ക് മാറ്റി വെച്ചു. പക്ഷെ പിന്നെ ഞാൻ എപ്പോഴും പറയണേ നമ്മള് ഡിസപ്പോയിന്റഡ് ആവില്ല. കാര്യം പ്രശ്നം എന്നറിയോ, നമ്മള് മ്യൂസിക് ഒരിക്കലും വേസ്റ്റ് ആവില്ല. ഇപ്പൊ സന എന്റെ അടുത്ത് ഒരു ലവ് ട്രാക്ക് ചെയ്യാൻ ഞാൻ ചെയ്തു, സനക്ക് ഇഷ്ടപ്പെട്ടില്ല, ഞാനത് മാറ്റി വെച്ചു. അടുത്ത് വീണ്ടും ചെയ്തു. അപ്പൊ സന പറഞ്ഞു ഇതും എനിക്ക് ഇപ്പൊ രണ്ടെണ്ണം എന്റെ ഇരിപ്പുണ്ട്. അടുത്ത് വേറെ ആള് നാളെ എന്റെ അടുത്ത് ഒരു ലവ് ട്രാക്ക് ചെയ്യാൻ പറ്റും, ഇതിൽ രണ്ടെണ്ണം എടുത്ത് കേൾപ്പിക്കും, പുള്ളി ഏതെങ്കിലും ഒന്നും എടുക്കും. അപ്പം അത് വേസ്റ്റ് അല്ല. ഇപ്പം സനക്ക് വേണ്ടാത്തത് വേറെ ആൾക്ക് ഓക്കെ ആയിരിക്കും. അല്ല, അപ്പൊ നമ്മളിപ്പോ ഇപ്പൊ പറഞ്ഞല്ലോ ഭയങ്കര എഫേർട്ട് ഇട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായെന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയ്തു വെച്ചൊരു സംഭവം, അത് വന്നിട്ട് വേറെ ഒരാള് കൊള്ളത്തില്ല അല്ലെങ്കിൽ മാറ്റാൻ പറയുമ്പോ പെട്ടെന്ന് ഡിസപ്പോയിന്റ്മെന്റ് ആയിട്ടുണ്ടോ? ഡിസപ്പോയിന്റ് ആയിട്ടുള്ള കാര്യം നമ്മളിങ്ങനെ ഈ പറഞ്ഞ പ്രതീക്ഷിച്ച് ഇങ്ങനെ ഇരുന്ന് ചെയ്തിട്ട് ഇങ്ങനെ അയക്കുമ്പോ അപ്പൊ നമ്മള് പുള്ളിയുടെ പിന്നെ അപ്പൊ നമ്മള് ചിലപ്പം ഇതെന്തായാലും ഇഷ്ടപ്പെടും വിചാരിക്കുമ്പോ ശരിയായില്ല നീ ഒന്നുകൂടെ ഇരിക്കുക എന്ന് വെച്ചാൽ ആരും നമ്മളടുത്ത് ചെയ്ത മോശം എന്ന് പറയില്ല. എല്ലാ ഡയറക്ടേഴ്സും പറയുന്ന രീതി ഇതല്ല, ഇത്
ഇത് പ്രശാന്തിന്റെ സാധനമല്ല, ഇതിന്റെ മേലെ ചെയ്യാൻ പറ്റും. അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ട് കൊറേ ഏറ്റവും പാടുപെട്ടിട്ട് അങ്ങനെ ചെയ്ത് എന്തെങ്കിലും ഉണ്ടോ? ലൈക്ക് മാറ്റി 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 അല്ലെങ്കിൽ അവരുടെ ആ ഒരു അപ് ടു എക്സ്പെക്ടേഷൻ എത്താൻ പാടുപെട്ട് അങ്ങനെ എന്തെങ്കിലും വർക്ക് ഉണ്ടായിരുന്നോ? അങ്ങനെ ഭയങ്കര പാടുപെട്ട വർക്കുകള് ഇല്ല. ഇടയ്ക്ക് വിനിതേട്ടൻ പാട്ടൊരു ഞാൻ 2-3 പ്രാവശ്യം മാറ്റി. വിനിതേട്ടനല്ല മാറ്റിയത്, ആ പ്രൊഡക്ഷൻ അവർക്ക് വേണ്ടി. പക്ഷെ ഞാൻ അതിനുവേണ്ടി ഞാൻ അത് ഏതാന്നൊന്നും പറയുന്നില്ല, പക്ഷെ 4 ട്യൂൺ ഞാൻ ചെയ്തായിരുന്നു. പക്ഷെ ആ 4 ട്യൂൺ എനിക്കിപ്പോ വേറെ ഞാൻ പലർക്കായിട്ട് കൊടുത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ